സൺഡേ ഫണ്ടേയിൽ ഒരുപാട് സിംഗേഴ്സ് വന്നിട്ടുണ്ട്. അത് കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ മ്യൂസിക് കമ്പോസേഴ്സായിട്ടും പാട്ട് പാടുന്നവരുമായിട്ടുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ ഒരു 10 years ബാക്ക് തൊട്ടും ഇവിടെ പാടാൻ തുടങ്ങിയ അതിഥികൾ വളരെ കുറച്ചാണ് വന്നിരിക്കുന്നത്. അതിലൊരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, സിംഗർ അഖില ആനന്ദ്. അഖില, ഹലോ, വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. സുഖാണോ? സുഖം. എന്തായാലും വളരെ സന്തോഷം നേരിട്ട് കണ്ടിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതില്. എനിക്ക് അപ്പൊ നമുക്ക് ആങ്കറിങ് തന്നെ തുടങ്ങാം. എപ്പോഴാ തുടങ്ങിയത്? ശരിക്കും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആണ് ആങ്കറിങ്. TV ഷോസൊക്കെ ഒത്തിരി കമ്പയർ ചെയ്തിട്ടുണ്ട്. അന്ന് ചെയ്തതൊക്കെ ഫിലിം ബേസ്ഡ് ഷോസ് ആയിരുന്നു. പിന്നീട് അത് കുറേ നാൾക്ക് ശേഷം പാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ മ്യൂസിക് ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം ആങ്കറിങ് ഷോസ് നിർത്തിയോ? ഞാൻ നിർത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു 2002 ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് അല്ല ഇപ്പോഴത്തെ. ഒത്തിരി മാറ്റം വന്നു. അപ്പൊ ഞാനൊക്കെ ചെയ്തിരുന്ന സമയത്തുള്ള ഒരു സ്ക്രിപ്റ്റ് വെച്ച് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഫോണിൻ പ്രോഗ്രാം അതാണെങ്കിലും ആ ഒരു സ്റ്റൈൽ അല്ല ഇപ്പൊ. പിന്നെ പുതിയ പുതിയ ട്രെൻഡ് മാറുന്നതനുസരിച്ച് പുതിയ ആൾക്കാർ വരുന്നു, പുതിയ കുട്ടികൾ വരുന്നു. സിനിമയിലേക്കുള്ള തുടക്കം എനിക്കറിയാം. കർണാട്ടിക് ബേസ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അവിടെ തന്നെ നമുക്ക് തുടങ്ങാം. വളരെ ചെറുപ്പത്തിലെ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു. സരസ്വതി അമ്മാൾ ടീച്ചറാണ് ആദ്യ ഗുരു. ട്രിവാൻഡ്രത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്നതും ട്രിവാൻഡ്രത്താണ്. പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒത്തിരി കൊച്ചിയിലേക്കൊക്കെ ഒരുപാട് പ്രാവശ്യം വരാറുണ്ട്. കൊച്ചിയിലും ഞാൻ സ്റ്റേ ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെ പോന്നു. കൊച്ചിക്കാരിയാണ് ഇപ്പോ കുറച്ചു കാലമായിട്ട്. പിന്നെ പാട്ട് ചെറുപ്പം തൊട്ടേ പഠിക്കുന്നുണ്ട്. പിന്നെ ഫിലിമിലേക്ക് വരുന്നത് വളരെ യാദൃശികമായിട്ടാണ്. അതെങ്ങനെയായിരുന്നു? അതും ഈ ആങ്കറിങ്ങിലൂടെ തന്നെയാണ് എൻ്റെ വരവ്. കാരണം ഞാൻ ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റേജ് ഷോസ് ഒക്കെ ആങ്കർ ചെയ്തിരുന്നു, ലൈവ് പ്രോഗ്രാംസ് ആങ്കർ ചെയ്തു. അപ്പോൾ ഒരു ഷോയ്ക്ക് ആങ്കർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ സംഘാടകർ, അവർക്കറിയാം ഞാൻ പാട്ട് പാടും എന്നുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചു, പ്രെയർ സോങ് പാടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രെയർ പാടി. അപ്പോൾ അതൊരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ. അന്ന് ജയരാജ് സാറും സുനിൽ പരമേശ്വരൻ അവരുടെയൊക്കെ ഒരുമിച്ചുള്ള വർക്ക് നടക്കുന്ന സമയം അവരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ സുനിൽ ചേട്ടനെ എനിക്ക് അല്ലാതെ പേഴ്സണലി അറിയാം. അങ്ങനെയൊക്കെയാണ് ജയരാജ് സാറിനെ പരിചയപ്പെടുന്നത്. പിന്നെ സിനിമയിലേക്ക് വന്നത്. പാട്ടൊന്ന് കേട്ടിട്ട് തുടങ്ങാം. തീർച്ചയായിട്ടും. അഴകാലില മഞ്ഞച്ചരടിലെ പൂത്താലേ, മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി, കുന്നിമണിക്കോലു സണിഞ്ഞ് വയൽ കിളി വരവായി, കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി, ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം, എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. എനിക്ക് അതെ, ആ സമയത്ത് ഗാനമേളകളിലൊക്കെ ഒരുപാട് അല്ലേ. ഞാനൊക്കെ എൻ്റെ വീടിന്റെ അമ്പലത്തിന്റെ അടുത്ത് ഉത്സവമൊക്കെ ഉണ്ടാവുമ്പോ ഈ പാട്ടൊക്കെ കുറെ പ്രാവശ്യം ഇങ്ങനെ കേട്ട, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാമിന് പോണ സമയത്ത് ഈ പാട്ട് ഇങ്ങനെ കുറെ കേട്ടിട്ടുള്ള ഒരു, അങ്ങനെയാണ് ലിറിക്സ് ഒക്കെ പഠിച്ചത്. ഇതിന്റെ ആ സമയത്തൊക്കെ ഇപ്പൊ ഗാനമേളയ്ക്ക് ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ എടുക്കുമല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ പുതിയ പാട്ടുകൾ അങ്ങനെ ഗാനമേളയ്ക്ക് പാടുന്ന തരത്തിലുള്ള പാട്ടുകൾ അധികം ഉണ്ടാവാറില്ല, വളരെ കുറവാണ്. അപ്പൊ അന്നൊക്കെ അങ്ങനെ ഒരു ആ പാട്ട് ഗാനമേളക്കാര് എടുത്തു, അത് ഒരു സീസണിൽ ഫുൾ പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യമാണ്. കാരണം അത്രയും ഹിറ്റായി എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു 10 വർഷത്തിന് മുമ്പ് നടന്ന കാര്യം. 2006 അപ്പൊ ഇത്രത്തോളം മീഡിയാസ് അത്ര സപ്പോർട്ട് ഇല്ല അന്ന്. അപ്പൊ ഈ ഗാനമേളകളൊക്കെ തന്നെയാണ് ആളുകൾ കേൾക്കുന്നത് കൂടുതലും. ഒരു കരിയർ ഗ്രോത്ത് കണക്കിലെടുക്കുമ്പോ നോക്കുമ്പോ ഇപ്പൊ എവിടെയാ നിക്കണേ എന്നുള്ളൊരു ചിന്ത ഉണ്ടോ? അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ എൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ഏതാണ്ട് ഞാൻ തുടങ്ങുന്നത് മുതൽ വലിയ മാറ്റമില്ലാതെ എങ്ങനെ പോകുന്നു എന്നാണ് എൻ്റെ ഒരു
എൻ്റെ ഒരു തോന്നൽ, എൻ്റെ വിശ്വാസം. അങ്ങനെ വലിയ ഹിറ്റുകൾ ഇടയ്ക്കൊക്കെ സിനിമയിൽ അവസരങ്ങൾ കിട്ടാറുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ ലക്ക്, ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. തീർച്ചയായിട്ടും പല പല ഘടകങ്ങൾ ചേർന്നാണ് നമുക്കൊരു സിനിമ പാട്ട് പാടിയാൽ തന്നെ അത് ഹിറ്റ് ആവുക. എത്രയോ പേര് പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വരാതെ പോകുന്ന അതെ, അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈവൻ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ച് നോക്കുമ്പോൾ എന്നെ തന്നെ വിലയിരുത്തുകയാണെങ്കിൽ ഞാനങ്ങനെ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല സേഫ് സോൺ പിടിച്ചിങ്ങനെ പോണു.